വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായ അടിപൊളി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. ചിക്കൻ മസാല തേച്ച് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ അരിയും 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. അതിലേക്ക് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചത്, പിന്നെ 4 വലിയ സവാള സ്ലൈസ് ചെയ്ത് കനം കൊണ്ട് സ്ലൈസ് ചെയ്തത്, 4 വലിയ തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ടെടുത്ത് ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും സവാളയും നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടി നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി വഴന്ന് വന്നിക്കണം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് അത് തുറന്ന് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അരിയും ചിക്കനും മസാലയും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെക്കാം. എന്നിട്ട് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അരി എത്രയാണ് എടുത്തിക്കണ്, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ്. വെള്ളം നല്ല വെട്ടി തിളച്ച വെള്ളം വേണം. വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.